MS ടേസ്റ്റ് ടച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചക്ക കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിത്. ഇതിനായി ആദ്യം നമുക്ക് കുറച്ച് ശർക്കര മെൽറ്റ് ചെയ്തെടുക്കാം. 200 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത് ആറിയതിന് ശേഷം അരിച്ചെടുക്കണം. ഇതിനായി ഞാൻ 15 പഴുത്ത ചക്കച്ചുള കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 5 ഏലക്ക തൊലി കളഞ്ഞതും കൂടി ചേർക്കാം. ഇനി അരിച്ചെടുത്ത ശർക്കര പാനിയിൽ നിന്നും പകുതി ഒഴിച്ച് ഇത് അരച്ചെടുക്കാം. നന്നായിട്ട് തരിയൊന്നുമില്ലാതെ അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ള ശർക്കര പാനി കൂടി ഒഴിച്ച് ഒന്നുകൂടി അരച്ചെടുക്കാം. ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 2 പിഞ്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1/2 കപ്പ് തേങ്ങ ചിരവിയതും ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് റവയാണ് ചേർക്കുന്നത്. 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ വറുത്ത റവയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. വറുക്കാത്ത റവയാണെങ്കിലും കുഴപ്പമില്ല. അധികം ലൂസുമല്ല അധികം തിക്കുമല്ലാത്തൊരു ബാറ്ററാണ് നമുക്കിതിന് വേണ്ടത്. അപ്പോൾ അതനുസരിച്ച് റവ ചേർത്ത് കൊടുക്കണം. ഞാനൊരു കപ്പ് റവ മുഴുവനായി ഇതിലേക്ക് ചേർത്തു. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. മിക്സ് ചെയ്ത് നോക്കിയിട്ട് ലൂസായി തോന്നുകയാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ റവ കൂടി ഇട്ട് കൊടുത്ത് ഈ ഒരു പരുവത്തിലാക്കി എടുക്കണം. ഈ പാനിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് എല്ലാ ഭാഗത്തേക്കും ഒന്ന് പുരട്ടി കൊടുക്കാം. ഇനി ഈ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുത്ത് ഒന്ന് ലെവലാക്കി കൊടുക്കണം. ഞാനൊരു പഴയ പാൻ അടുപ്പിൽ വെച്ച് നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് മുകളിൽ വെച്ചാണ് ഇത് വേവിക്കേണ്ടത്. 35-40 മിനിറ്റൊക്കെ എടുക്കും ഇത് വെന്ത് കിട്ടാൻ. 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ബാക്കി സമയം ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചാൽ മതി. ഇപ്പോൾ 35 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മാവ് ഇതിൽ ഒട്ടും പിടിച്ചിട്ടില്ല. ഇത് നന്നായി വെന്തിട്ടുണ്ട്. ഈ മുകൾ ഭാഗം ഒന്ന് മൊരിഞ്ഞു കിട്ടാൻ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു പാനിൽ കുറച്ച് നെയ്യ് പുരട്ടി കൊടുത്ത് അതിലേക്ക് ഇത് കമഴ്ത്തി കൊടുക്കാം. അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ചക്ക സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം.
ചൂടാറിയതിന് ശേഷം വേണം ഇത് മുറിച്ചെടുക്കാൻ. നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ളൊരു സ്നാക്കാണിത്. വൈകിട്ടത്തെ ചായയോടൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.